നടൻ ശ്രീനിവാസൻ സംവിധായകനും തിരക്കഥാകൃത്തും അതുല്യ പ്രതിഭയാണ്. അദ്ദേഹമാണ് ഇപ്പോൾ ഇവിടെ വാങ്ങിയിരിക്കുന്നത്. എല്ലാവർക്കും വളരെ ദുഃഖമുണ്ട്. ചേച്ചിക്ക് ഒരു വലിയ അനുഭവമുണ്ട്. അദ്ദേഹമായിട്ടുള്ള ഒരു പ്രസിദ്ധമായ ഒരു ഇൻ്റർവ്യൂ ചെയ്തത് ചേച്ചിയാണ്. എങ്ങനെ ഓർക്കുന്നു ആ ഒരു മനുഷ്യനെ? ശരിക്കും പറയുകയാണെങ്കിൽ പ്രിയൻ, ഞാനിപ്പോൾ ഒരു അവാർഡ് മേടിക്കാൻ പോകുന്ന വഴിയിലാണ് അദ്ദേഹത്തിൻ്റെ മരണ വാർത്ത അറിഞ്ഞത്. അപ്പോൾ പ്രിയനൊന്ന് വരുന്ന അനുസ്മരിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അവാർഡിനെക്കാട്ടിലും എനിക്ക് പ്രാധാന്യമായിട്ട് തോന്നിയത് അദ്ദേഹത്തെക്കുറിച്ച് 2 വാക്ക് പറയാൻ കിട്ടുന്നൊരവസരമാണ്. ഒരു 20-24 കൊല്ലം മുമ്പ് ഉദയനാണ് താരമൊക്കെ റിലീസായ സമയം കേട്ടോ. അദ്ദേഹം ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയമാണ്. ഏഷ്യാനെറ്റിൽ സുപ്രഭാതം പരിപാടി ഞാനാണ് ആങ്കർ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ ഗസ്റ്റായിട്ട് വന്നു. അതിനു മുമ്പ് മീന മാഡം വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഉദയനാണ് താരത്തിൽ അദ്ദേഹത്തിൻ്റെ അതിൽ പെണ്ണെ പെണ്ണെ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ടല്ലോ. അപ്പം മീന പറയുമായിരുന്നു അങ്ങനെ 2-3 പാട്ടുകൾ അദ്ദേഹമാണല്ലോ അല്ല ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്മളുടെ ഡാൻസ് കൊറിയോഗ്രാഫർ കുറേ എഫേർട്ട് എടുത്ത് മീനയും അദ്ദേഹത്തെയൊക്കെ പഠിപ്പിക്കും. അദ്ദേഹം എല്ലാം തല കുലുക്കിക്കൊണ്ട് നിൽക്കും. ഇവരിങ്ങനെ ശരിക്കും കളിക്കാനൊക്കെ പഠിച്ച് അത് കഴിഞ്ഞ് കളിക്കുമ്പോൾ ആൾക്കാരുടെ കയ്യടി മുഴുവൻ ഇദ്ദേഹത്തിന്. ഞാൻ ഈ വേർപ്പൊടിക്ക് പഠിച്ചത് മുഴുവൻ വെറുതെ. അദ്ദേഹത്തിൻ്റെ ഓരോ ആക്ഷനിലും ഒരു നാച്ചുറാലിറ്റി ഉണ്ട്. ഡാൻസിന് വേണ്ടി കളിക്കുന്ന പോലെയല്ല, ഒരു സൂപ്പർ സ്റ്റാർ എങ്ങനെ കളിച്ചാലും ആൾക്കാർ കൈയടിക്കുമല്ലോ അതുപോലെ. അപ്പം എന്നൊക്കെ പറഞ്ഞ് ഒരു ഇൻ്റർവ്യൂ അതിന് മുമ്പ് നടന്നിരുന്നു. അതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. ഞാൻ മീന മാഡം ഇങ്ങനെ പറഞ്ഞല്ലോ, അതെ, എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും എത്ര സുന്ദരനാവട്ടെ, എത്ര പൊക്കം കുറഞ്ഞ ആളാവട്ടെ, അല്ലെങ്കിൽ എത്ര സുന്ദരിയാവട്ടെ, അങ്ങനത്തെ എന്ത് അവസ്ഥയിലുള്ള വയ്യാത്ത ആളാവട്ടെ, ഒരു കലാകാരനുണ്ട്, ഒരു നർത്തകനുണ്ട്, ഒരു പാട്ടുകാരനുണ്ട്. ഈ ബാത്റൂം സിംഗേഴ്സ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? നമ്മൾ ആരെങ്കിലും മൂളാണ്ടിരിക്കുമോ? നമ്മുടെ ശബ്ദം കൊള്ളില്ലായിരിക്കും, നമ്മളുടെ ശ്രുതിയൊന്നും ചേരില്ലായിരിക്കും, പക്ഷെ നമ്മളെല്ലാവരും മൂളിപ്പോവും, മനസ്സിലെങ്കിലും മൂളിപ്പോവും. എൻ്റെ ഉള്ളിൽ നിന്നുള്ള നൃത്തമാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. ഡാൻസ് മാസ്റ്റർ പറഞ്ഞതിന് കുറച്ച് സ്റ്റെപ്പുകളുണ്ടാകും, അതൊക്കെ ചെയ്യാൻ മാത്രമുള്ള നർത്തകനൊന്നും അല്ല ഞാൻ. അതിനുള്ള ശാരീരികമായ അവസ്ഥയോ മുഖത്തിൻ്റെ ഒരിതോ ഒന്നും കോമളതയോ ഒന്നും എനിക്കില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ ഉള്ള നർത്തകനെ ഞാൻ പുറത്തേക്ക് അവതരിപ്പിക്കുന്നത്. എന്തൊരു സുന്ദരമായ ഒരു ചിന്തയല്ലേ. അപ്പം അദ്ദേഹം പറഞ്ഞു അതുപോലെ തന്നെ ലിപ്സിങ് ചെയ്യണമല്ലോ അവർ പാട്ട് പാടുമ്പോൾ. അപ്പം ഞാനെങ്ങനെ പാടുമെന്നുള്ള മട്ടിലാണ് ഞാൻ പാടുന്നത്. എന്നൊക്കെ എടുക്കുമ്പോൾ എൻ്റെ ചിലപ്പോൾ പകുതി വഴി വെച്ച് ഒക്കെ നിൽക്കുമായിരിക്കും. പക്ഷെ ഞാൻ എഫേർട്ട് എടുത്ത് അതിലേക്ക് അത്രയും നീട്ടിപ്പിടിക്കാനായിട്ടൊക്കെ അതിന് വേണ്ടി എഫേർട്ട് എടുക്കും. പക്ഷേ ഡാൻസിൻ്റെ കാര്യം വരുമ്പോൾ ഞാനൊരു സാധാരണക്കാരനാവും. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനെന്നും പറഞ്ഞ് കാർത്തികയോടൊപ്പം ഒരു നൃത്തമുണ്ട്. കാർത്തിക ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക, ഇങ്ങനെ എന്താ കാണിക്കുന്നതെന്ന്. പക്ഷേ ഓരോ കാമുകൻ്റെ ഉള്ളിലും തോന്നുന്ന വികാരം, തൻ്റെ കാമുകിയോടൊപ്പം നൃത്തം ചെയ്യണം തോന്നുന്ന വികാരമാണ് അദ്ദേഹം കൃത്യമായിട്ട് ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ അദ്ദേഹം കാണിക്കുന്നുണ്ട്. പക്ഷേ ആർക്കും അതൊരു അരോചകമായിട്ട് തോന്നുന്നില്ല. ഒരാളുടെ മനസ്സിലുള്ള വികാരത്തിന് നമുക്ക് പല വിധത്തിൽ ശബ്ദത്തിലൂടെ, പാട്ടിലൂടെ, അല്ലെങ്കിൽ മുഖഭാവത്തിൽ കൂടെ, നൃത്തത്തിലൂടെയൊക്കെ അവതരിപ്പിക്കാം. ആ കാമുകനാവുമായിരുന്നു അദ്ദേഹം. ഒരു കാമുകന് എല്ലാവർക്കും പ്രേം നസീറോ മോഹൻലാലോ ഒക്കെ ആവാൻ പറ്റില്ലല്ലോ. സാധാരണക്കാരും കാമുകൻ തന്നെയല്ലേ. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു കുസൃതി ചോദ്യം ചോദിച്ചു. ഞാൻ ചോദിച്ചത്, വിജയരാഘവൻ എന്നൊരു ആക്ടറില്ലേ, അദ്ദേഹത്തിൻ്റെ മകനും ഈ സ്കൂൾ കലോത്സവത്തിൽ പദ്യോച്ചാരണത്തിൽ പങ്കെടുക്കും. ഇദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ വിനീത് ശ്രീനിവാസനും പങ്കെടുക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മോന് ഫസ്റ്റ് കിട്ടി, വിജയരാഘവൻ്റെ. ഇദ്ദേഹത്തിൻ്റെ മോന് ഫസ്റ്റ് കിട്ടിയില്ല. അപ്പം ഞാൻ ചോദിച്ചു, അത് വിഷമമുണ്ടോ? താങ്കൾ കുറച്ചും കൂടി ഒരു ഉയർന്ന നിലയിൽ നിൽക്കുന്ന ആക്ടർ, ഇല്ല സർവ്വകലാ പ്രതിഭയാണ് കേട്ടോ. അതായത് എല്ലാം ഉണ്ട്, സ്ക്രിപ്റ്റുണ്ട്, അഭിനയമുണ്ട്, എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം സംവിധാനമുണ്ട്, വയ്ക്കാത്തൊരു രംഗമില്ല. നിങ്ങൾക്ക് വിഷമമുണ്ടോ അങ്ങനെ വിജയരാഘവൻ്റെ മകൻ താങ്കളുടെ മകനെ തോൽപ്പിച്ചത്? അതെ, ഇവിടെ ഇരുത്തിക്കൊണ്ട് എന്നെ എന്തെങ്കിലും പറയിപ്പിച്ച്, ഞാനും വിജയരാഘവനും തമ്മിൽ ഒരു പ്രശ്നവുമില്ല. കുട്ടികൾ തമ്മിലുള്ള പാട്ട് പാടി, നന്നായി പാടി അവൻ്റെ മകൻ. അങ്ങനെ തന്നെയാണ്. വിജയരാഘവൻ എന്നോരും പറഞ്ഞില്ല, ലൈവ് ഇൻ്റർവ്യൂ, അവൻ്റെ മകൻ നന്നായി പാടി, അതിന് പ്രൈസ് കിട്ടി. അതിന് ഞാൻ കിടന്ന് ബഹളം വെച്ചിട്ട് എന്താ കാര്യം? എൻ്റെ മകൻ ഞാൻ തിരിഞ്ഞു പോലും നോക്കുന്നില്ല, എല്ലാം വിമലയാണ് നോക്കുന്നത്. കുട്ടികളുടെ കഴിവാണ്. അവർ സമ്മാനം കൊണ്ടുവരുമ്പോൾ സന്തോഷം, അഭിമാനം എന്നല്ലാണ്ട് വേറെ ആരുടെ കുട്ടികൾക്ക്, അത് വിജയരാഘവൻ്റെ അല്ല, വേറെ ആരുടെ മകൻ എന്നെ തോൽപ്പിച്ചാലും എനിക്ക് പ്രശ്നമില്ല. പത്മയ്ക്ക് എന്തെങ്കിലും നിർബന്ധമുണ്ടോ എന്നെയും വിജയരാഘവനും തമ്മിൽ അടിപിടിപ്പിക്കുന്നു? വിനീത് എത്രയോ പേരോട് തോറ്റിരിക്കുന്നു, അവരുടെ ഒന്നും പേര് ഓർത്തുകൊണ്ട് വരുന്നില്ലല്ലോ. അപ്പം ഈ ഇരിക്കുന്ന രൂപത്തിന് പുറകിലൊരു കുനിഷ്ഠ ബുദ്ധി കൂടി ഉണ്ടല്ലേ എന്ന് പറഞ്ഞ്
ലൈവാണ്, പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ അദ്ദേഹത്തിന് അതൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നു. സാധാരണക്കാരുടെ മക്കളുടെ മുന്നിൽ തോക്കുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ, എന്നാൽ വലിയ കലാകാരൻ്റെ മകനോട് തോറ്റത് ഓർത്തെടുത്തോണ്ടെന്നൊരു ചർച്ചയിൽ കൊണ്ടുവരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, താങ്കളുടെ ഈ രൂപം കുറച്ച് സുന്ദരമായിരുന്നു, അങ്ങനെയല്ല, ആ അർത്ഥത്തിലല്ല, കുറച്ചും കൂടി ഇങ്ങനെ ഗ്ലാമറസ് ആയിരുന്നെങ്കിൽ, പ്രേം നസീർ ആണല്ലോ, അല്ലെങ്കിൽ മമ്മൂക്കയോ മോഹൻ, അയ്യോ എന്നീ ശ്രീനിവാസൻ ഉണ്ടാവില്ല, നിങ്ങളാരും എന്നെ മൈൻഡ് ചെയ്യൂല, കാരണം അവരോടൊന്നും കടപിടിക്കാൻ എനിക്ക് പറ്റൂല, എൻ്റെ ഈ രൂപമാണ് എൻ്റെ പ്രത്യേകത, ഈ രൂപത്തിനാണ്, ഈ സംസാര രീതിക്കാണ്, ഈ അഭിനയത്തിനാണ് ഞാൻ കാണുന്ന കാര്യങ്ങൾ ഞാൻ പറയുമ്പോഴും സാധാരണക്കാരൻ പറയുന്ന പോലെ തോന്നും. പ്രേം നസീർ വടിവൊത്ത പോലെ എന്ന് പറഞ്ഞിരുന്ന സാധാരണക്കാരൻ അവനാണെന്ന് തോന്നുന്നു. എൻ്റെ പ്രിയന് ഇടയ്ക്ക് ഞാൻ യൂറോപ്പിൽ പോയിരുന്നു, ഒരു ഗ്രൂപ്പായിട്ടാണ് ഞങ്ങൾ പോയിരുന്നത്. അപ്പോൾ പോളണ്ടിൽ പോയിരുന്നു. അപ്പോൾ കൂടെ ഉള്ള ഒരാളോട്, അതെ പോളണ്ടിനെ കുറിച്ചൊന്നും പറയരുതെന്ന് ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ പോലും ശ്രീനിവാസൻ പറഞ്ഞ ആ സിനിമയിലെ ഡയലോഗ്, വേറെ എന്തിനെക്കുറിച്ചും പറയാം, പോളണ്ടിനെ കുറിച്ച് മാത്രമൊന്നും പറയരുത്, ഒരക്ഷരം വേണ്ടി. കൂടെ അഭിനയിച്ച ജയറാമാന്ന് തോന്നുന്നു, അല്ലെ അനിയനായിട്ട് അഭിനയിച്ചത്, അവരുടെ സന്ദേശം, അതിനൊക്കെ ഇപ്പോഴും എന്ത് കാലികമായ പ്രസക്തിയല്ലേ. അദ്ദേഹത്തിൻ്റെ തൂലികയിൽ വിരിഞ്ഞു വന്നിരിക്കുന്ന ഓരോ കാര്യങ്ങളും എത്രയോ വർഷം മുമ്പ് എഴുതിയ കാര്യങ്ങളാണ്, ഇപ്പോഴും അതിന് എന്തുമാത്രം പ്രസക്തമാണെന്നും ആളുകൾ എത്രമാത്രം ഓർത്തു വയ്ക്കുന്നുവെന്നും. അപ്പം ഞാൻ പോയൊരു വലിയ എലൈറ്റ് ഗ്രൂപ്പിൻ്റെ ഒപ്പമാണ് പോയത്. അവർ പോലും എന്നോടൊത്ത് പറയാ, ഞാനൊരു രാഷ്ട്രീയക്കാരില്ല, ഇതേ പോളണ്ടിനെ കുറിച്ച് മാത്രമൊന്നും പറയരുതെന്ന് ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടുത്തെ ഭയങ്കര പ്രശ്നം, ഈ കൊലപാതകങ്ങളും നാസി അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ എന്തോ പറഞ്ഞു തുടങ്ങിയപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ട് പറയരുതെന്ന്. ജനങ്ങളുടെ മനസ്സിൽ ഉറച്ച് കിടക്കുന്ന കാര്യങ്ങൾ മുന്നേ കണ്ട് അത് എഴുതി വയ്ക്കുകയും ആ എഴുത്തിലൂടെ മനസ്സിൽ സ്ഥാനം നേടുകയും ചെയ്ത നടനാണ് ശ്രീനിവാസൻ. അല്ല, പ്രിയൻ, അദ്ദേഹം എത്ര പേരെ കാണുന്നു, എത്ര പേര് അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടാവും. ഞാൻ ഒരൊറ്റ പ്രാവശ്യം ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ളൂ. ഞങ്ങളുടെ ഇൻ്റർവ്യൂ ഒക്കെ 1.5 മണിക്കൂർ, പിന്നെ ആൾക്കാർ വിളിച്ചു പറഞ്ഞാൽ 2 മണിക്കൂർ പോകും, ലൈവായിരുന്നു. അപ്പോൾ അത് 2 മണിക്കൂർ പോയതാണ്. കാരണം വിളിച്ചു പറഞ്ഞാൽ നമുക്ക് കൺസോളിൽ നിന്ന് പ്രൊഡ്യൂസർ വയ്ക്കും, പത്മജ മാറ്റർ വല്ലതും ഉണ്ടോ, നമ്മുടെ കോ ആങ്കറും ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ എന്നാൽ വിട്ടോളൂ എന്ന് പറയും, നീട്ടിപ്പോട്ടെ എന്ന്. അത്ര മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ ഒരു വേദിയിൽ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എവിടെയെങ്കിലും അദ്ദേഹത്തെ കാണുകയാണെങ്കിൽ, ഈ ഇടയ്ക്ക് അദ്ദേഹവും ഭാര്യയും ബി ടി എച്ചിൽ നിന്ന് ഇറങ്ങി വരിക. അപ്പം ഞാൻ ചിരിച്ചു. എനിക്ക് പോയി പറയാൻ പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ പറയാം, നമ്മുടെ ഏഷ്യാനെറ്റ് പത്മജയല്ലേ, എന്തുണ്ട് സുഖമല്ലേ, എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ. അദ്ദേഹം ഇങ്ങോട്ടേക്ക് നമ്മളൊന്ന് ഇതായിട്ട് നിൽക്കും. ഒരു സെലിബ്രിറ്റിയുടെ അടുത്ത് പോയിട്ട് എനിക്ക് ഓർമ്മയില്ലല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ആകെ മോശക്കാരായല്ലോ. അപ്പോൾ നമ്മളൊന്ന് ഒഴിഞ്ഞു നിൽക്കും. അപ്പോൾ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, അറിയില്ലേ, അന്ന് നമ്മളെ കൊണ്ട് അടിപിടിപ്പിക്കാൻ നോക്കിയതാ വിജയരാഘവനുമായിട്ട്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് BTSൽ കണ്ടപ്പോൾ അദ്ദേഹത്തിന് അവശനായിരുന്നു, അദ്ദേഹത്തിൻ്റെ രൂപമൊക്കെ കുറച്ച് പതറിയിട്ടുണ്ടായിരുന്നു, വൈഫും കൂടി ഉണ്ടായിരുന്നു. ഉടനെ അദ്ദേഹം പറഞ്ഞിട്ട്, ഓർമ്മയില്ലേ, നമ്മളെയും വിജയരാഘവനെയും തമ്മിൽ അടിപിടിപ്പിക്കാൻ തോന്നിയ പ്രശസ്ത ആങ്കറാണ്, ഇപ്പോഴും ഉണ്ടോ ആൾക്കാർ തമ്മിൽ ഇതാക്കുന്നത്? ഞാൻ സാർ അത് മറന്നില്ലേ, തമാശ പറഞ്ഞല്ലേടോ, അതൊക്കെ ഒരു രസമല്ലേ, പിള്ളേരൊക്കെ ഇപ്പോൾ എവിടെ എത്തി, നമ്മളൊക്കെ ആരാ അവരുടെ മുമ്പിൽ. ഞാനിപ്പോൾ വിനീതിൻ്റെയും രണ്ടാമത്തെ ധ്യാനിൻ്റെയും ഒക്കെ അച്ഛൻ എന്നുള്ള പേരിൽ, അമ്മ എന്നുള്ള പേരിൽ അറിയപ്പെടാനാണ് ഞങ്ങൾക്ക് താല്പര്യം. ഞാനൊക്കെ ഹിസ്റ്ററി ആയില്ലേ, പഴമക്കാരായില്ലേ. ഇപ്പോൾ കാർന്നോപ്പള്ളിയുടെ സ്ഥാനത്തിരുന്ന് ഞാൻ അവരെ ഒന്നും പറഞ്ഞും കൊടുക്കുന്നില്ല. അവരെന്തെങ്കിലും കൊണ്ട് കാണിച്ചാൽ വായിച്ച് നോക്കിയിട്ട് അതിൽ അഭിപ്രായം പറയാനും ഞാൻ പോവാറില്ല. ഈ കാലഘട്ടം അല്ല ഞാൻ ജീവിച്ച കാലഘട്ടം. ഈ കാലഘട്ടത്തിലെ കുട്ടികൾ അതിനനുസരിച്ച് പെരുമാറുന്നു, അതനുസരിച്ച് തിരക്കഥ എഴുതുന്നു. അപ്പം അതിൻ്റെ ഉള്ളിൽ കയറി ഞാനൊരു അഭിപ്രായം പറഞ്ഞ് അവരെ കൊണ്ട് ഈ അച്ഛൻ്റെ ഒരു പഴഞ്ചൻ കാര്യങ്ങളൊന്നും പറയിപ്പിക്കണല്ലോ. കുറച്ച് നേരം അദ്ദേഹം സംസാരിച്ചിട്ട് എനിക്ക് വളരെ അത്ഭുതം തോന്നിപ്പോയി. ഞാൻ ആരാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ? ഒരൊറ്റ പ്രാവശ്യം ഇൻ്റർവ്യൂ ചെയ്ത ആങ്കർ, പക്ഷേ അദ്ദേഹം വീട്ടുകാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് സംസാരിക്കുകയാണ് ഹൃദയത്തിൽ നിന്നും. വൈഫ് അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് കൂടെ നിൽക്കുന്നുണ്ട്. മാഡത്തിനും കുറച്ച് വയ്യായിരുന്നു എന്ന് തോന്നുന്നു ഇടയ്ക്കാല സമയത്ത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷേ ഇന്ന് രാവിലെ മാഡമാണ് സാറിനെയും കൊണ്ട് ഓടി ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് കൂടി ഉണ്ടായിരുന്നുള്ളൂ. കുട്ടികളൊക്കെ പല സ്ഥലങ്ങളും പല കാര്യങ്ങൾക്കായിരുന്നു. നമുക്ക് നഷ്ടപ്പെട്ടത് ഒരു മനുഷ്യനെയാണ്. അദ്ദേഹം നടനായിരുന്നിരിക്കാം, അദ്ദേഹം തിരക്കഥാകൃത്തായിരുന്നിരിക്കാം, സംവിധായകനായിരുന്നിരിക്കാം, പ്രൊഡ്യൂസറായിരിക്കാം. പക്ഷെ പച്ച മനുഷ്യനെ പച്ചയ്ക്ക് മനസ്സിലാക്കിയ ഒരു മനുഷ്യ സ്നേഹി. ഇപ്പോൾ അദ്ദേഹം ഇവിടെ എറണാകുളത്തിനടുത്തൊരു സ്ഥലം ചോദിച്ചത് മനുഷ്യൻ എന്നാണ് ഞാൻ അവസാനം പറഞ്ഞത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അതാണ് യഥാർത്ഥ മനുഷ്യന്റെ ഒരു സ്വഭാവവും രീതിയും മനുഷ്യപ്പറ്റും ഉള്ള ഒരാളെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ശ്രീനിവാസന്റെ ഒരു പ്രത്യേകതയാണ്. അദ്ദേഹം ഇവിടെ കൃഷി ഇറക്കുന്നുണ്ടായിരുന്നു. കുണ്ടന്നൂർ കണ്ടനാട് കൃഷി ഇറക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജൈവ കൃഷി. അപ്പം അങ്ങനെ സാധാരണ കർഷകനായിട്ട് ഭൂമിയിലേക്ക് പോയി സ്വന്തം അവശതകൾക്കിടയിലും എന്തെങ്കിലും ജനോപകാരപ്രദമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിനും ചുറ്റുമുള്ള ആൾക്കാർക്കും എന്തെങ്കിലും ജൈവ കൃഷിയിൽ നിന്നുള്ള കാര്യങ്ങൾ കൊടുക്കുക, അത് പ്രൊമോട്ട് ചെയ്യുക. തനിക്ക് വയ്യാത്ത അവസ്ഥയിലും തന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമ വിജയനും ദാസനും വിജയനും എന്തൊക്കെ അവർ വന്ന് ഇറങ്ങുന്ന സീനുകൾ ഓരോന്നും നമ്മൾ ചിരിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിൽ പതിയുന്ന കാര്യങ്ങളാണ്. ആ അറബി അവിടെ പോയി കണ്ട് അവരെങ്ങനെയാണ് ഗൾഫ് മണി നാട്ടിലേക്ക് അയക്കാനായിട്ട് എന്തുമാത്രം സാഹസികത ആദ്യം പോയ ആൾക്കാരെടുത്തിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന വിധത്തിൽ തമാശ രൂപേണയാണെങ്കിലും അതാണ് നമ്മുടെ മനസ്സിൽ കിടക്കുന്നത്. സീരിയസ് ആയിട്ട് പറഞ്ഞാൽ നമ്മൾ അപ്പോഴേ വിട്ട് കളഞ്ഞേനെ. തമാശ രൂപത്തിൽ മനുഷ്യരുടെ മനസ്സിൽ പതിയുന്ന പോലെ കാര്യങ്ങൾ പറയുകയും അതുപോലെ അഭിനയിക്കുകയും അതുപോലെ വസ്ത്രധാരണം. ഒരിക്കലും അദ്ദേഹം എന്താ പറയുന്നത്, എല്ലാം എനിക്ക് അങ്ങനെ ഗ്ലാമറസ് ആയിരിക്കണം അങ്ങനത്തെ ഉള്ളൊരിതൊന്നുമില്ല. ഈവൻ മേക്കപ്പ് പോലും ആ കഥാപാത്രത്തിന് അനുയോജ്യമായിരിക്കണം എന്ന് നിർബന്ധമായിരുന്നു. ചിലവർ കഥാപാത്രത്തിന് അനുയോജ്യമാണെങ്കിൽ എന്നെ ഒന്ന് ഇത്തിരി വെളുപ്പിച്ചോളൂ, എന്നെ ഒന്ന് ഇത്തിരി താടി ട്രിം ചെയ്തോളൂ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് ഏറ്റവും വലിയ നഷ്ടം ജനങ്ങൾക്കാണ്. ഞാൻ സിനിമ ഇൻഡസ്ട്രി എന്ന് പോലും പറയുന്നില്ല. അതുപോലൊരു പ്രതിഭ ഇനി ഉണ്ടാവാൻ എത്ര വർഷങ്ങൾ, എത്ര പതിറ്റാണ്ടുകൾ എടുക്കുമെന്ന് നമുക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ഭഗവത്പാദത്തിൽ നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് കുഞ്ഞനിയത്തി പ്രാർത്ഥിക്കുകയാണ്. ഹൃദയത്തിൽ നിന്നും വരുന്ന വാക്കുകളാണ്. പ്രിയപ്പെട്ട ശ്രീനിവാസൻ സഹോദര, സാർ എന്ന് എനിക്കിപ്പോൾ അവസരത്തിൽ പറയാൻ തോന്നുന്നില്ല. താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചു, ഞങ്ങളിൽ ഒരാളായി ജീവിച്ചു, പച്ച മനുഷ്യനായി ജീവിച്ചു. നന്ദി. താങ്കൾ വിഷ്ണുപാദത്തിൽ മോക്ഷം ലഭിക്കട്ടെ.